നോക്കാൻ വരുന്നവരെല്ലാം ഒറ്റക്ക് വരുന്നതല്ല കേട്ടാ. ഏറ്റവും വലിയ പബ്ബാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അങ്ങനെ നമ്മള് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വന്നു. വെറുപ്പിക്കാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോ നമ്മള് വെറുപ്പിച്ച് നമ്മളിതാ ദുബായിലെ JBR ബീച്ചിലുള്ളത് മറീന ബീച്ചിൽ വന്നിട്ട് നമ്മൾ വെറുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രണ്ട് സെയിമാണ്. JBR എന്ന് പറയും, ജുമൈര എന്ന് പറയും, പാം ബീച്ച് എന്ന് പറയും, മറീന എന്ന് പറയും. പറയുന്നത് വിചാരിക്കുന്നത് അത് അറിവുള്ളതുകൊണ്ട് പറഞ്ഞാണ്. അങ്ങനെ കറക്റ്റ് അറിയില്ല. JBR ബീച്ച് എന്നാ പറയല്, ജുമൈര ബീച്ച് എന്ന് പറയും. അപ്പോൾ ആ ബീച്ചിലുള്ളത് ബീച്ചിന് നമ്മൾ നേരെ മെട്രോയിൽ തന്നെ വന്നല്ലേ. നേരെ മെട്രോയിൽ വന്ന് മെട്രോയിൽ ട്രാം എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു മെട്രോ ഉണ്ട്. മെട്രോ പോലത്തെ സംഭവം അത് കയറി ഇപ്പോൾ ബീച്ചിൽ എൻട്രി ആവാൻ പോവുകയാണ് ഗായ്സ്. ഇതാണ് നമ്മുടെ ജുമൈറ ബീച്ച്. ബീച്ചിലേക്ക് ഇതുവരെ എൻ്റർ ആയിട്ടില്ല, ഇവിടെ എത്തിയിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ ദുബായിലെ ബിക്കിനി ബീച്ച് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വെച്ചാൽ JBR ബീച്ചിലെ ബാബ്ല എന്ന് പറഞ്ഞൊരു സംഭവത്തിലാണ്. ബാബ്ല എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പറയും ആബ്ല അല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പബ്ബാണ്. പബ്ബ് നൈറ്റ് ക്ലബ്ബ് പബ്ബ് നമുക്ക് ഹറാമാണ് ഗൈസ്. നമ്മൾ പബ്ബിൽ പോകുന്നില്ല. അപ്പോൾ ബീച്ചിൽ പോയിട്ട് ബീച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിക്കുന്നത്. നമ്മളെ കൂടെ നമ്മളെ ചുങ്കൂസും മുങ്കൂസും ഉണ്ട്, കുട്ടോണീസ് ഉണ്ട്. ശരിക്കും ബീച്ച് വരാൻ കാരണം അവരാണ്. കാരണം മോൾക്ക് ബീച്ച് എന്ന് വെച്ചാൽ ഇഷ്ടം. മോളെ ആഗ്രഹപ്രകാരമാണ്, മോളെ തുള്ളിച്ചുകൊണ്ടാണ് ബീച്ചിലേക്ക് വന്നത്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഇതാണ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇവിടെ ഫുൾ കളർഫുള്ളാണ്. പല പല ഫോറിനേഴ്സിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റി. പിന്നെ ഇന്നെന്ന് വെച്ചാൽ വെറും ഫാമിലീസിന് മാത്രമേ എൻട്രി ഉള്ളൂ. ബാക്കിയുള്ള ദിവസം സിംഗിൾസിനും വരാൻ തോന്നുന്നത്. ഇന്ന് ഫാമിലീസ് മാത്രമേ, ഇന്ന് സിംഗിൾസിന് വരാൻ പറ്റില്ല. ഇവിടെ വെറൈറ്റീസ് ഓഫ് ആൾക്കാരുണ്ട് കേട്ടാ. വെറൈറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാല് മറ്റേ ഒറ്റക്ക് വന്നാൽ മതിയെന്ന് വിചാരിച്ചു. ഒറ്റക്ക് വന്നാലാണ് ഈ ബീച്ച് ശരിക്കും ആസ്വദിക്കാൻ പറ്റും. കണ്ണ് മറ്റേ ഏതോ ഇത് മെയിനായിട്ട് ഇവിടെ ഈ ബീച്ചോട്ട് നടക്കുമ്പോൾ മറ്റെന്താ പറയാ, കണ്ണടിട്ട് നടക്കണം. കണ്ണടിട്ട് നടന്നാലൊരു ഉപകാരം എന്താ അറിയോ? ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ണടിട്ട് ജസ്റ്റ് ഇപ്പൊ എന്റെ കണ്ണട വരും. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോ അതാണ് ബീച്ച്. പിന്നെ നല്ല നല്ല കിടിലും വ്യൂ ആട്ടോ. അത്യാവശ്യം നല്ല ഫുൾ ഫോറിനേഴ്സ്. പിന്നെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഫാമിലീസ് അല്ലാണ്ട് ബാച്ചിലേഴ്സിന് ഇപ്പോൾ ഇന്ന് എൻട്രി ഇല്ലാന്ന് തോന്നുന്നു. കാരണം അവിടെ നോക്കുമ്പോൾ ഓൾറെഡി ചോദിക്കുന്നുണ്ട് എൻട്രി ചെയ്യുമ്പോൾ തന്നെ. ഇത് ഫാമിലി ഉള്ളവർ മാത്രമേ കയറ്റുന്നുള്ളൂ, ബാച്ചിലേഴ്സ് എൻട്രി കൊടുക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സൺസെറ്റ് ഒന്ന് കാണാം. അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ലൊരു ക്ലൈമറ്റുമാണ്. ക്ലൈമറ്റ് സൂപ്പർ ക്ലൈമറ്റാണ്. ക്ലൈമറ്റ് പറയുമ്പോൾ അത്രയും ചൂടില്ല. ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഓൾറെഡി 5 മണിയായി. അപ്പോൾ പിള്ളേരൊക്കെ കളിക്കുന്ന ടീമാണ് ഇവിടെ. പിന്നെ ഒരു ഡാൻസ് ക്ലബ്ബ് ഉണ്ട്. ഡാൻസ് ക്ലബ്ബിന് ഓൾറെഡി പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഡാൻസ് ടീമും കളിക്കുന്നുണ്ട്. എനിക്ക് കിട്ടുവാണെങ്കിൽ ഒന്ന് അവിടേക്ക് വരണം. കിട്ടുകയാണെങ്കിൽ ബീച്ചിൽ സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ നേരെ വീണ്ടും നമ്മുടെ റൂമിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ബീച്ചിലൊരു ഔട്ട് വ്യൂ.
अबे अभी पापा को देखो, अभी पापा बुला रहे हैं आपको. അപ്പൊ ജുമേറ ബീച്ച് എല്ലാരും കണ്ടത് എഴുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കൂടുതൽ നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞു. പിള്ളേർ പിന്നെ ഫുള്ള് ബീച്ചിൽ ഇറങ്ങി കളിയാവുകൊണ്ട് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവരിപ്പം കേറിയിട്ടില്ല, ഇപ്പോൾ അവിടുന്ന് കളിക്കുന്നത് ഏതെല്ലോ അവർക്കിപ്പോൾ ഫുള്ള് ടീമായിട്ടുണ്ട്. ഏതെല്ലാം മലയാളി പിള്ളേർ ഒരുമിച്ചുണ്ട്, അവർ സെറ്റായിട്ട് അവിടുന്ന് ബീച്ചിൽ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഇവിടെ 6 മണിക്ക് ശേഷം പിന്നെ ബീച്ച് ചെയ്യാൻ വിടൂല കേട്ടാ. സെക്യൂരിറ്റിൻ്റെ ഇതുണ്ടോ, അത് പണ്ടെന്തോ അലമ്പായിണ്ടോ. 6 മണിക്ക് ശേഷം മൊത്തം സെക്യൂരിറ്റി ഗാർഡ് വന്നിട്ട് എല്ലാവരും ബീച്ചിൽ നിന്ന് കയറ്റുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ പുറത്തിരിക്കാന്നുള്ളൂ, ബീച്ചിൽ നിന്ന് കളിക്കാനൊന്നും വിടുന്നില്ല. നൈറ്റ് വ്യൂ സൂപ്പർ ആട്ടാ, നൈറ്റ് വ്യൂ അടിപൊളിയാണ്. ഇതെല്ലാം വരുമ്പോ നല്ലുണ്ട് കാണാൻ. നല്ല നൈറ്റ് വ്യൂ. പിന്നെ JBRൻ്റെ റെസിഡൻസ്, ഇത് ഫുള്ള് റെസിഡൻഷ്യൽ ഏരിയ, അതായത് നല്ല റിച്ച് കിഡ്സ് താമസിക്കുന്ന ഏരിയകളാണ് മൊത്തം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇൻഷാല്ല വരും. വീണ്ടും ദുബായിൽ ഏതെങ്കിലും കോണിൽ നിന്ന് വീണ്ടും വെറുപ്പിക്കലുണ്ടാവും. ഇനി കാണാൻ ഇടയില്ല. ബുർജ് ഖലീഫ ഉണ്ട്, JBR ഉണ്ട്, പിന്നെ മംസാറുണ്ട്. ബീച്ചിന് ഇടയില്ല, ആകെ ഒരു റെസിഡൻഷ്യൽ വേറൊരു ബീച്ചുണ്ട്, അവിടെയും കൂടെ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെ നിർത്തുന്നു. ബൈ.